അടുത്ത കാലത്ത് കേരളത്തിൽ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ കുറേ സംഭവങ്ങൾ ഓർമ്മിച്ചാൽ മതി. പൊതുകൃഷിക്ക് ക്ഷേത്രഭൂമി മാറ്റിവെക്കണത്, കളിസ്ഥലം ഉണ്ടാക്കാൻ ക്ഷേത്രഭൂമി കൊടുക്കുന്നത്, ലീസിന് ക്ഷേത്രഭൂമി കൊടുക്കാൻ തീരുമാനിക്കുന്നത്, ഒരു കാരണവശാലും 5 പൈസ പോലും ഹൈന്ദവ കാര്യത്തിനല്ലാതെ ഉപയോഗിക്കരുതെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഗുരുവായൂർ ദേവസ്വം ആക്ടിനനുസരിച്ച് നിലനിൽക്കുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് 10 കോടി രൂപ എടുക്കുന്നത് എന്തായാലും ഹൈക്കോടതി തടഞ്ഞു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഭാഗത്ത് കൂടെ നമ്മുടെ ചേതനയെ അവഹേളിക്കുകയും നമ്മുടെ വിശ്വാസങ്ങളെ അവഹേളിക്കുകയും മറ്റൊരു ഭാഗത്ത് കൂടെ ഈ ചൂഷണങ്ങളും കൊള്ളയും തുടരുകയും ഇനി വേറൊരു ഭാഗത്ത് പുതിയ ഓരോ പ്രതിഷ്ഠകളെ കൊണ്ടുവന്ന് വെച്ച് ഇവിടെ തീർത്തും ഉണരുന്ന ഒരു ചേതനയെ എങ്ങനെ ചവിട്ടി മതിക്കാൻ പറ്റും എന്നുള്ള കണക്കുകൂട്ടലോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഒന്നേ നമുക്ക് പറയാനുള്ളൂ, സമാജത്തോട് ജാഗ്രതയായിരിക്കുക. ആ ജാഗ്രതയ്ക്ക് ഉപാസനയുടെ ബലമുണ്ടായിരിക്കുക, അനുഷ്ഠാനത്തിൻ്റെ കരുത്തുണ്ടായിരിക്കുക. അങ്ങനെ അനുഷ്ഠാനത്തിൻ്റെ കരുത്തോടുകൂടി നിത്യ ഉപാസനാ പദ്ധതി നൽകുന്ന ബലത്തോടുകൂടി ജാഗ്രതയോടുകൂടി ജീവിക്കാൻ ഇവിടുത്തെ സമൂഹത്തിന് സാധിക്കുമെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കണ്ടനുഭവിക്കുന്നുണ്ട്. ഒട്ടനവധി. ബംഗ്ലാദേശിലേക്ക് ഒന്ന് നോക്കിയാൽ മതി, വേറെ എങ്ങോട്ടും നോക്കണ്ട. ശക്തയ ഉപാസനയുടെ ഏറ്റവും ശക്തമായ ഒരു പ്രദേശമായിരുന്നു അത്. ശക്തിയാണ് ഉപാസന, അശക്തിയല്ല. നമ്മളിവിടെ നിൽക്കുന്നത് ശക്തിയുടെ ഭൂമിയിലാണ്. ശക്തി സ്വരൂപിണിയായിരിക്കുന്ന അമ്മയുടെ ഭൂമിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ കാലാന്തരത്തിൽ അതിൽ ന്യൂനതകൾ വന്ന സമയത്ത് ശക്തിയുടെ സ്ഥാനത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബംഗ്ലാദേശിൽ നോക്കിയാൽ മതി. ഏറ്റവും അധികം ശക്തിവാസന നടന്ന സ്ഥലമാണത്. ഒന്ന് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. അപ്പോൾ ഇതൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാ. ബംഗ്ലാദേശ് ഓരോ ദിവസവും ആയിരക്കണക്കിന് നമ്മുടെ സഹോദരിമാർ പിച്ചി ചീന്തപ്പെടുന്ന, ആയിരക്കണക്കിന് പേര് കൊല്ലപ്പെടുന്ന, ഒന്നൊന്നായി നമ്മുടെ സങ്കേതങ്ങൾ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥ എങ്ങനെ വന്നു ചേർന്നു? ഇതൊരു ദിവസം കൊണ്ട് വന്നതല്ല. ക്രമികമായൊരു സമൂഹത്തിൻ്റെ ജാഗ്രതയിൽ വരുന്ന കുറവ്, പുതിയ പുതിയ ഓരോ ആശയങ്ങളെ പിൻപറ്റി സ്വന്തം ധർമ്മത്തിലും ആചാരത്തിലും ആദരവില്ലാത്തതായി സമൂഹം നീങ്ങുമ്പോൾ ക്രമികമായി സംഭവിച്ച പരിവർത്തനങ്ങളാണ്. അപ്പോഴാണ് അധിനിവേശ ശക്തികൾക്ക് പിടിച്ചടക്കാൻ കഴിഞ്ഞതും ഈ പരിവർത്തനങ്ങളൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞതും. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ സജീവമായി നിൽക്കുന്ന ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പഠിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പഠിച്ചില്ലെങ്കിൽ ആപത്കരം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഇത്തരം നിങ്ങളുടെ അയ്യപ്പൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഞങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ സന്തോഷം. പക്ഷേ ഈ ഉപാസനാ സമ്പ്രദായം സ്വീകരിച്ചിരിക്കണം. ഈ ഉപാസനാ സമ്പ്രദായം സ്വീകരിക്കാതെ ഇപ്പം നോക്കൂ, നമ്മൾ ആരെങ്കിലും നമുക്ക് മൂല്യവത്തല്ല എന്നുള്ള വസ്തു വേറൊരാൾക്ക് കൊടുക്കുമോ? നമുക്ക് ഹറാമായ വസ്തു നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുമോ? ഒരിക്കലും കൊടുക്കില്ല. അങ്ങനെ കൊടുക്കണമെങ്കിൽ വാങ്ങുമോ? വാങ്ങില്ല. എന്നിട്ട് ഹറാം അല്ലാത്ത വസ്തു അങ്ങോട്ടും കൊടുക്കുക. ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊരു മനുഷ്യനും, വ്യക്തിയായാലും സമൂഹമായാലും നന്മയുള്ളത് എന്ന് താൻ മനസ്സിലാക്കുന്ന ഒരു ആചാര വ്യവസ്ഥയെ സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. അതിൻ്റെ ഭാഗമായി വർത്തിക്കുന്ന സമയത്ത് ഞാൻ ഇന്നലെ വരെ കരുതിയത് ശരിയല്ല എന്നങ്ങ് തുറന്ന് പറഞ്ഞാൽ മതി. ആശയം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നലെ വരെ കരുതിയത് ശരിയല്ല, അതുകൊണ്ടാണല്ലോ എനിക്ക് ദേവതോപാസനയുടെ പങ്കു ചേരേണ്ടി വന്നത്.
കാരണം ഏറ്റവും കൊടിയ പാപമാണത് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച്. ഏറ്റവും വലിയ ശിർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ വിഗ്രഹോപാസനയാണ്. ആ വിഗ്രഹോപാസനയുടെ പങ്ക് പറ്റുന്നതാണ്. ആ പങ്ക് പറ്റിക്കൊണ്ടിരുന്നാൽ അത് അനിസ്ലാമികമാണ്. അനിസ്ലാമികമായത് ക്ഷേത്ര സങ്കേതത്തിൽ വയ്യ. ഇസ്ലാമികമായത് ക്ഷേത്ര സങ്കേതത്തിൽ വയ്യ. അഥവാ ഇസ്ലാമികമാണെങ്കിൽ അവിടെ ക്ഷേത്രവും വയ്യ. ഏതാൻ തീരുമാനിക്കുക. അല്ലാതെ യുക്തിരഹിതമായി, അതിന് വേറെ ഉണ്ടല്ലോ, ശരണം വിളിക്കുമ്പോൾ പറയാറുണ്ട് അറിവില്ലാ പൈതങ്ങളാണ് പൊന്നു ഭഗവാനെ എന്നൊക്കെ. അങ്ങനെ എല്ലാ കാലം അറിവില്ലാതായ പറ്റുമോ? അതിൻ്റെ പിന്നാലെ പറയണില്ലേ അറിവും ബോധവും തരണേന്നും പറയാറില്ലേ? അങ്ങനെയില്ല. അല്ല, ഞാൻ അറിവില്ലാ പൈതാണ് ഭഗവാനെ, എന്നെ എല്ലാ കാലവും അറിവില്ലാത്ത ആളായി തന്നെ നിലനിർത്തണമെന്ന് ആരെങ്കിലും ശരണം വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ അറിവില്ലാ പൈതാണ്. ഇന്നലെ വരെ അങ്ങനെ അറിവില്ലാ പൈതായിട്ട് കുറേയൊക്കെ പലതും ചെയ്തു പോയി, സാരമില്ല. ഇന്നിപ്പോൾ ഞാൻ അറിവുള്ള പൈതായിരിക്കുക. അതുകൊണ്ട് എൻ്റെ ആചരണങ്ങളിലൊക്കെ കുറച്ചൊരു മാറ്റം വരുത്തിയേ മതിയാവൂ എന്ന് പറയാവുന്ന ജാഗ്രത അവസ്ഥയിലേക്ക് ഇവിടുത്തെ ഹൈന്ദവ മനസ്സിനെ എത്തിക്കാൻ കഴിഞ്ഞാൽ ഈ ഉപാസനയുടെ ഫലമാവും. ഇല്ലെങ്കിൽ പുതിയ പുതിയ രൂപത്തിലും ഭാവത്തിലും ഈ ചൂഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇത് നല്ലപോലെ ഗൗരവ ബുദ്ധിയോടുകൂടി കാണുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഈ സദസ്സിന് മുമ്പിൽ പറയാനുള്ളത്.